ഒരുമിച്ച് മരിക്കാൻ പ്ലാൻ ചെയ്തതാണെന്നും സാധിക്കാതിരുന്നതിൽ കുറ്റബോധമുണ്ടെന്നും കോഴിക്കോട് മാളിക്കടവിൽ 26-കാരിയെ കൊലപ്പെടുത്തിയ പ്രതി വൈശാഖന്റെ മൊഴി. ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞിരുന്നുവെന്നും വൈശാഖന്റെ പ്രതികരണം. കൃത്യം നടത്താൻ തെരഞ്ഞെടുത്ത സ്വന്തം സ്ഥാപനത്തിലും ജ്യൂസ് വാങ്ങിയ കടയിലുമടക്കം പ്രതിയെ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി. 5 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിച്ച പ്രതി വൈശാഖനെ വീണ്ടും ചോദ്യം ചെയ്ത ശേഷമായിരുന്നു പോലീസ് തെളിവെടുപ്പ് നടപടികളിലേക്ക് കടന്നത്. 26-കാരിയായ യുവതിയെ കൊലപ്പെടുത്താനായി തെരഞ്ഞെടുത്ത വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലായിരുന്നു ആദ്യം തെളിവെടുപ്പ്. യുവതിക്ക് ഉറക്കഗുളിക കലർത്തിയ ശീതളപാനീയം ഇവിടെ വെച്ചാണ് നൽകിയതെന്നും ഇതിനുശേഷമാണ് ഒരുമിച്ച് കഴുത്തിൽ കുരുക്കിട്ടതെന്നുമാണ് പ്രതി വൈശാഖൻ തെളിവെടുപ്പിനിടെ പോലീസിനോട് വിശദീകരിച്ചത്. എന്നാൽ മരണം ഉറപ്പാക്കിയ ശേഷം യുവതിയെ പീഡിപ്പിച്ചതിനെക്കുറിച്ചുള്ള പോലീസിന്റെ ചോദ്യങ്ങൾക്ക് വൈശാഖൻ മറുപടി നൽകിയില്ല. കൃത്യം നടത്തിയത് താൻ ഒറ്റയ്ക്കായിരുന്നുവെന്നും ഒരുമിച്ച് മരിക്കാൻ സാധിക്കാത്തതിൽ കുറ്റബോധമുണ്ടെന്നും വൈശാഖൻ തെളിവെടുപ്പിനിടെ പ്രതികരിച്ചു. വിവരങ്ങളെല്ലാം തന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നുവെന്നും വൈശാഖൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കുറ്റബോധമുണ്ട്, എനിക്ക് മരിക്കാൻ സാധിച്ചില്ല, കുറ്റബോധമുണ്ട്. കൊലപാതകം അല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളോ സൂയിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാന്നായിരുന്നു തീരുമാനിച്ചത്. വൈശാഖനാണോ കൊല ചെയ്തിട്ടുള്ളത്? കൊലപാതകം അല്ലായിരുന്നു, ഞങ്ങൾ രണ്ടാളും സൂയിസൈഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവള് മരിച്ചു. വൈശാഖന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിവുണ്ടോ? അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തിയത്. യുവതിയുമായുള്ള ബന്ധം ഭാര്യ അറിയുമെന്ന ഭയത്തിലായിരുന്നു കൊലപാതകം. പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി മറ്റൊരു എഫ്ഐആറും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16 വയസ്സ് മുതൽ തന്നെ വൈശാഖൻ പീഡനത്തിന് ഇരയാക്കുന്നുണ്ടെന്ന് യുവതി ഡയറിയിൽ കുറിച്ചിരുന്നു. ഈ കേസിലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. എലത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ജനം, കോഴിക്കോട്.